നമസ്കാരം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര കലഹം പുതിയ തലത്തിലേക്ക്. പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ലോക്സഭയിലെ മുതിർന്ന TMC നേതാവും അവരുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനുമായിരുന്ന സുദീപ് ബന്ദോപാധ്യായ വിമതപക്ഷത്തേക്ക് നീങ്ങിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തൃണമൂലിലെ വിമത നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശതാബ്ദി റോയ്ക്കൊപ്പം സുദീപ് ബന്ദോപാധ്യായയും ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഭൂപേന്ദർ യാദവിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ഈ നിർണായക ചർച്ചകളുടെ ഭാഗമാണ്. നേരത്തെ മമതാ ബാനർജിക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ ലോക്സഭാ സ്പീക്കറുടെ അനുമതി തേടുകയും ചെയ്ത 19 വിമത MPമാരുടെ ആദ്യ പട്ടികയിൽ സുദീപ് ബന്ദോപാധ്യായ ഒപ്പുവെച്ചിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഇപ്പോൾ ഇദ്ദേഹവും വിമതർക്കൊപ്പം ചേർന്നത് മമതാ ക്യാമ്പിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. സുദീപ് ബന്ദോപാധ്യായ കൂടി എത്തിയതോടെ ലോക്സഭയിൽ മമതാ ബാനർജിയെ പ്രതിരോധത്തിലാക്കിയ വിമത MPമാരുടെ എണ്ണം 20 ഉയർന്നു. ആകെയുള്ള 29 ലോക്സഭാ അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷവും അഥവാ ആന്റി ഡിഫെക്ഷൻ നിയമത്തെ മറികടക്കാൻ ആവശ്യമായ സംഖ്യ മറികടക്കാൻ ഇതോടെ വിമതർക്ക് സാധിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി ദീർഘകാലം പ്രവർത്തിച്ച സുദീപിന്റെ കൂറുമാറ്റം ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂലിന്റെ അടിത്തറ ഇളക്കുന്നതാണ്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് പാർട്ടിയിൽ ഈ വൻ പൊട്ടിത്തെറി ഉണ്ടായത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ട് തങ്ങളെ സഭയിൽ പ്രത്യേക വിഭാഗമായി അംഗീകരിക്കണമെന്നും ഭരണകക്ഷിയായ NDA മുന്നണിക്കൊപ്പം ഇരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടാനാണ് വിമത വിഭാഗത്തിന്റെ അടുത്ത നീക്കം. BJPയെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിന്റെ തകർച്ച കൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തെ മൂന്നാമത്തെ വലിയ കക്ഷി തകർന്നതിലൂടെ പാർലമെന്റിൽ BJPക്ക് ലഭിക്കുന്ന വൻ മേൽക്കൈയാണ്. ഇത് ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ചില നിയമനിർമ്മാണ അജണ്ടകൾ എളുപ്പത്തിൽ പാസാക്കിയെടുക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. എന്നിരുന്നാലും കൊൽക്കത്തയിലെ TMC നിയമസഭാ കക്ഷിയുടെയും ഡൽഹിയിലെ പാർലമെന്ററി പാർട്ടിയുടെയും ഈ ദ്രുതഗതിയിലുള്ള തകർച്ചയും അതിൽ BJP വഹിച്ച പങ്കും പല മുതിർന്ന BJP നേതാക്കളിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് പാർട്ടിക്കൊരു തന്ത്രപരമായ ബാധ്യതയായി മാറിയേക്കാമെന്നാണ് അവർ വിലയിരുത്തുന്നത്. പ്രധാനമായും 2 വലിയ ആശങ്കകളാണ് BJP ക്യാമ്പിൽ പുകയുന്നത്. ആദ്യത്തേത് ഈ പിളർപ്പുണ്ടാക്കുന്നതിൽ BJP പരസ്യമായി പങ്കുചേരുന്നത് വോട്ടർമാർക്കിടയിൽ തെറ്റായ സന്ദേശം നൽകും എന്നതാണ്. ജൂൺ 8 ഭൂപേന്ദർ യാദവിന്റെ വസതിയിൽ വെച്ചും പിന്നീട് TMC MP ശതാബ്ദി റോയിയുടെ വീട്ടിൽ വെച്ചും സുവേന്ദു അധികാരി വിമതരുമായി ചർച്ച നടത്തിയിരുന്നു. തങ്ങൾക്ക് 20 MPമാരുടെ പിന്തുണയുണ്ടെന്നും NDAക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും TMC MP കക്കോലി ഘോഷ് ദസ്തിദാർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ പിൻഗാമിയായ അഭിഷേക് ബാനർജിയെ മാറ്റി നിർത്തണമെന്ന സ്വന്തം വിശ്വസ്തരുടെ ആവശ്യത്തിന് മുന്നിൽ മമത പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ കൂടുതൽ പേർ പാർട്ടി വിടുമെന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ തൃണമൂലിന്റെ അഴിമതിയും ഏകാധിപത്യ നിലപാടുകളും തിരസ്കരിച്ച് BJPയിൽ വോട്ടർമാർ വിശ്വാസമർപ്പിച്ച സാഹചര്യത്തിൽ ഈ വിമത ഗ്രൂപ്പുകളുമായുള്ള സഖ്യം ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം ചെയ്യുമെന്നാണ് ഭരണകക്ഷിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. പുതിയ BJP ഭരണം പഴയ തൃണമൂൽ ഭരണകൂടത്തിന്റെ തുടർച്ച മാത്രമായി ജനങ്ങൾക്ക് തോന്നുമോ എന്ന ഭയവും ഇതിന് പിന്നിലുണ്ട്.